ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈലിലെ ഒരു മീൻകറിയാണ്. ശീലാവ് മീൻകറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഒരു അടിപൊളി ശീലാവ് മീൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ വലിപ്പമുള്ള ഒരു മീനാണ് ഇത്. നമുക്ക് വെട്ടി കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വന്ന് തിരുവനന്തപുരം സ്റ്റൈലിൽ ഫിഷ് കറി തയ്യാറാക്കാം. മീന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മീനിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു 7 ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അരപ്പ് അരച്ച മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കലക്കിയെടുക്കാം. അങ്ങനെ കലക്കിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലെ എണ്ണയൊക്കെ ഊറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം മുരിങ്ങയ്ക്കയോ മാങ്ങയോ ടൊമാറ്റോയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മാങ്ങാ കഷ്ണങ്ങളും തൊണ്ടാൻ മുളകുമാണ്. തൊണ്ടാൻ മുളക് എന്നാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നത്. നിങ്ങളുടെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഏതായാലും വലിയ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളി കുറവുള്ള മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളി അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വാളംപുളിയുടെ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കറി ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം സ്പൂണിട്ട് ഇളക്കി കൊടുക്കാതെ കറി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം കറി ഒന്ന് നന്നായിട്ട് തിളച്ച് അരപ്പ് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീന് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അരപ്പെല്ലാം കുറുകി മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈല് ശീലാവ് മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.